കഴിഞ്ഞ റബീഉൽ അവ്വലിന്റെ മാസം എന്റെ പ്രിയമുള്ളവരെ, പരതന്നൂർ കൊച്ചാനക്കല്ല് വിള എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചെറുപ്പക്കാര്, യുവസുഹൃത്തുക്കൾ മനസ്സിരുത്തി കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നിങ്ങളെ എതിർത്തുകൊണ്ടോ, നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ടോ, നിങ്ങളോടുള്ള എന്റെ ഇഷ്ടം കുറച്ചുകൊണ്ടോ പറയുന്നതല്ല. ഏത് സെക്കൻഡിലും മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് ഞാനും നിങ്ങളും. അതിനല്ലാഹു വലിയ വലിയ രോഗം തന്നെ തരണമെന്നില്ല. അല്ലാഹു മരുന്നില്ലാത്ത രോഗം തന്നെ നമുക്ക് സമ്മാനിക്കണമെന്നില്ല. പരതന്നൂർ ഒരു യത്തീം കൊച്ചുണ്ടായിരുന്നു. ഒരു വീട്ടിനകത്തൊരു ഉമ്മയും 2 മക്കളും, സമീർ എന്ന സഹോദരനും, എന്റെ പ്രിയമുള്ളവരെ അതേ പ്രായമുള്ള ഒരു പൊന്നോമന പെങ്ങളും. ആ സഹോദരൻ തട്ടത്തുമല അൽഹിദാര യത്തീംഖാനയിൽ വന്ന് കുറച്ചു നാള് പഠിച്ചു. അവസാനം ആ സഹോദരൻ തന്നെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, അല്ലാ, ഞാൻ എത്ര കൊല്ലം പഠിച്ചാലാണ് ഒരു ഉസ്താദാവുക, എത്ര കൊല്ലം പഠിച്ചാലാണ് ഒരു ഹാഫിളാവുക? അതുകൊണ്ട് എനിക്കതൊന്നും വേണ്ട. ഓരോ ദിവസവും കിടന്നുറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ചിത്രമാണ് എന്റെ മനസ്സിൽ. ചോർന്നൊലിക്കുന്ന കൂരയ്ക്കകത്ത് കാറ്റടിച്ചാ പറന്നു പോകുന്ന വീടിനകത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയും കാണാൻ ഭംഗിയുള്ള എന്റെ പെങ്ങളും ഒറ്റപ്പെട്ടുകൊണ്ട് കഴിയുമ്പോൾ വാപ്പയില്ലാത്തതിന്റെ വേദന അറിയിക്കാതെ എന്നെ വളർത്തിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്നാ ഉമ്മയെ നോക്കാ, ഇന്നെന്റെ പൊന്നോമന പെങ്ങളെ നോക്കാൻ എനിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തലയിൽ എഴുത്തു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ 10-20 കൊല്ലം പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഉസ്താദിനോട് നേരിട്ട് പോയി ആവലാതി പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ആ ഉസ്താദിന്റെ മുമ്പിൽ നിന്ന് പൊരുത്തത്തോടെ ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോര സമീർ എന്ന സഹോദരൻ എന്ന് 15 വയസ്സാ. 3 കൊല്ലം വരെ എന്റെ പ്രിയമുള്ളവരെ കൊത്തപ്പണിക്ക് പോയി. രാത്രി കാലത്ത് പോലും പണി ചെയ്തു, പകൽ സമയത്ത് വിശ്രമമില്ലാതെ പണി ചെയ്തു. ഓരോ ദിവസവും ശരീരം തളർന്ന് ക്ഷീണിച്ചുകൊണ്ട് വീട്ടിനകത്ത് വരുമ്പോ പ്രിയപ്പെട്ട ഉമ്മ കുളിക്കാൻ ചൂടുവെള്ളം തയ്യാറാക്കി കൊടുക്കുമ്പോ ഉമ്മാക്ക് ചുടുചുംബനം കൊടുത്തിട്ട് പോക്കറ്റിൽ നിന്ന് 100-ന്റെയും 50-ന്റെയും നോട്ടെടുത്ത് കൊടുക്കുമ്പോ ആ കുടുംബം വളർത്താരന്റെ പൊന്നുമോന് പ്രായമായില്ലെങ്കിലും അവനത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് തീരുമാനിച്ച ആ ഉമ്മാന്റെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു പോരെങ്കിലും എന്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരാ, എത്ര രൂപയാണ് എന്റെ യുവാക്കളെ നമ്മൾ പാടിക്കളയുക? കള്ളുകുടിക്കാനും സിനിമ കാണാനും ആഡംബരത്തിനും ആർഭാടത്തിനും വേണ്ടി പൊടിപൊടിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് രൂപയാ. 1 രൂപയ്ക്ക് പോലും പടച്ചിറമ്പുരാനോട് ഉറപ്പായിട്ടും ഈ കണക്ക് പറയേണ്ടി വരൂ. അതിലൊരു സംശയമില്ല പോരെ. 20 വയസ്സായിട്ട് പോലും സ്വന്തമായി അധ്വാനിക്കാൻ ഇറങ്ങാറ്, 25 വയസ്സായിട്ട് പോലും വാപ്പാന്റെ പോക്കറ്റിലെ പൈസ കണ്ടുകൊണ്ട് മുന്നിരിക്കുന്ന ഒരു മനസ്സിലേക്ക് മാത്രം നമ്മൾ ചുരുങ്ങിപ്പോരെങ്കിലോ ഇതാ 15 വയസ്സുകാരൻ കല്ല് പറക്കുകയാ, 15 വയസ്സുകാരൻ സിമന്റ് ചാക്ക് ചുമക്കുകയാ. എന്തിനെന്നറിയോ? മരണപ്പെട്ടു പോര വാപ്പാക്ക് പകരം കുടുംബത്തിനൊരു വാപ്പയാവാ. കാറ്റടിച്ചാ പറന്നു പോകുന്ന ചെറ്റക്കൂരയുടെ ഓലയൊന്ന് മാറ്റാ, പൊട്ടിക്കറിയുന്ന പെങ്ങൾക്കൊരു സഹായമാകാ, വിശന്ന് കിടക്കുന്ന ഉമ്മാടെ വയറിനൊരു ആശ്വാസമാകാൻ ആ പാവപ്പെട്ട സാധുവാറ സമീർ എന്ന് പറയുന്ന സഹോദരൻ ഉള്ളുരുകിയിട്ട് ജോലി ചെയ്തപ്പോൾ അടുത്ത നാട്ടുകാരനാണ് ഒരു സുഹൃത്ത് പറഞ്ഞു, മോനെ നിന്നെ ഞാൻ ഗുജറാത്തിൽ കൊണ്ടുപോകാമടാ, നല്ലൊരു ടയർ കട എവിടെയുണ്ട്, എനിക്ക് പരിചയമുള്ള ആളിന്റെ കടയാണ്, അവിടെ പോയി നിന്നാൽ 1 മാസം 5000 രൂപയെങ്കിലും ചുരുങ്ങിയതുപോലെ നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമടാ. നിന്റെ പെങ്ങളെ 2 വർഷം നിന്നാ സന്തോഷത്തോടെ കെട്ടിക്കാമല്ലോ, നിന്റെ ഉമ്മാടെ വേദന മാറുമല്ലോ. അവസാനം ഉമ്മാക്ക് മനസ്സില്ല മനസ്സോട് പെങ്ങള് വേദനയോടെ ആ പൊന്നുപോലെ ഗുജറാത്തിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ എന്റെ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം അല്ലാഹു തന്നതിന് പകരം നാം തന്നെ പടച്ചോന് വേണ്ടി ഹദിയായാലും നമ്മുടെ ജീവൻ തന്നെ അല്ലാഹുക്ക് വേണ്ടി കൊടുത്താലും അത് വരൂല. ചെറുപ്പക്കാരാ, കാണാൻ കൊള്ളുന്ന പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്നിട്ട് കുടുംബത്തിന് ചീത്തപ്പേര് വരുത്തി വെക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് രൂപ ആ പെണ്ണിനോട് ഫോണിൽ സംസാരിക്കാൻ വേണ്ടി മാത്രം ചിലവഴിക്കുന്ന ആഡംബരത്തിനും നിന്റെ റൂമലങ്കരിക്കാനും നിന്റെ കട്ടില് ഭംഗിയാക്കാനും നിന്റെ ഹോം തിയേറ്റർ വൃത്തിയാക്കാനും വേണ്ടി മാത്രം 10,000-കണക്കിന് രൂപ നീ ചിലവഴിക്കുമ്പോ ഷമീറിനെ പോലെയുള്ള ആയിരക്കണക്കാണ് ഷമീറുമാരുടെ ചരിത്രം എന്റെ പൂവച്ചുള്ള ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിന്റെ മാറ്റൊലി കൂട്ടുന്നതിനൊരു കാരണമാകണം കേട്ടോ. അതിനാണ് സമാപന ദിവസം ഈ വിനീതൻ ആരോഗ്യം കുറഞ്ഞു പോലെങ്കിലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ വേദനയോടെ എന്റെ സഹോദരങ്ങളോട് പറയാ, നമുക്ക് ഈ സമുദായത്തിന്റെ കാവൽക്കാരാവണ്ട ചെറുപ്പക്കാരാ. ഫലസ്തീനിന്റെ ആകാശോമണ്ണിൽ പിളർന്നു വീഴുന്നു പാവപ്പെട്ട പിഞ്ചോമന മക്കളുടെ കണ്ണുനീര്
മനസ്സിലേക്ക് തെളിഞ്ഞു വരാത്തത് ഇപ്പോഴും ആർഭാടത്തിന്റെ ആനന്ദത്തിന്റെ കൊടി പിടിച്ചുകൊണ്ട് വാപ്പയെ തെറിവിളിക്കാൻ പള്ളിക്ക് നേരെ കാർക്കിച്ചതിപ്പോ അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറ്റം പറയാ സമഞ്ഞൊരുങ്ങിയിരുന്നിട്ട് എന്താടാ അവർക്ക് ലഭിച്ചു പോയത്? ഈ സമുദായത്തിന്റെ കാവൽപടന്മാരാകണ്ടേ, ആത്മീയതയുടെ വഴിപ്പാറയിലൂടെ സഞ്ചരിക്കണ്ടേ, ഒരുമിച്ച് നിന്നൊരു മക്കളെ പോലെ നമ്മുടെ നാടിന്റെ നമ്മുടെ മഹലിന്റെ ഏകീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കണ്ടേ. അല്ലാതെ ആർക്കു വേണ്ടിയാടാ നീ ഒരു മുസൽമാനായിട്ട് നടക്കുന്നേ? ഷമീർ എന്ന പാവപ്പെട്ട സഹോദര ഗുജറാത്തിന്റെ അകത്തുളത്ത് പോയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ആഴ്ചയിൽ 2 ദിവസം തന്റെ ഉമ്മയുമാര് സംസാരിക്കുമ്പോ, തന്റെ പൊന്നുമോളും പെങ്ങളുമാര് സംസാരിക്കുമ്പോ, ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട ഉമ്മ, ഓരോ ദിവസവും ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറുള്ളത് 20 രൂപയ്ക്കാണെങ്കിൽ ഇന്ന് ഞാനത് 15 രൂപയ്ക്കാക്കിയുമ്മ. 5 രൂപ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ കാണുമ്മ. ആ പെങ്ങളെ നല്ല ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചേക്കാൻ ഒരു വാപ്പയില്ലെങ്കിൽ 100 വാപ്പയുള്ള പവറില് എന്റെ പൊന്നുമോളെ നിക്കാഹ് ചെയ്ത് പറഞ്ഞുവിടാ. ഞാൻ പണമുണ്ടാക്കുമ്മ. അങ്ങനെ പട്ടിണി കിടന്നുകൊണ്ട് വെള്ളം കുടിക്കാതെ ചോര തീരാക്കിയിട്ട് ടയറുകിടക്കകത്ത് ചെയ്യാൻ പറ്റുന്നതും അപ്പുറത്തുമുള്ള ജോലിയല്ല ചെയ്ത് ആ പാവപ്പെട്ട 18 വയസ്സ് കിടന്ന സാധുവാറ സഹോദരൻ ഒരു മുസ്ലിം കുടുംബത്തിന്റെ ഇസ്സത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പണിപ്പെടുമ്പോ അല്ലാഹു ആ കുടുംബത്തിന് കൊടുത്ത ദുരിതം നമുക്ക് മറക്കാൻ പറ്റില്ല. അല്ലാഹു ആ കുടുംബത്തിനോട് കാണിച്ച ആ ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ നിന്ന് പോയില്ല. ഒരു രാത്രി എന്റെ പ്രിയമുള്ളവരെ ഓഫാക്കാൻ മറന്നുപോലെ ഒരു യന്ത്രം ചൂടായിട്ട് ആ ടയർ കിടക്കകത്ത് തീ പിടിച്ചപ്പോ കിടക്കാൻ വേറൊരു സ്ഥലമില്ലാതിരുന്ന ഷമീർ എന്ന പ്രിയപ്പെട്ട പൊന്നുമോരുണ്ടല്ലോ, പരുതന്നൂർ ചെറ്റക്കുടലിന്റെ അകത്തോട്ട് കഴിയുന്ന ഉമ്മാക്കും പെങ്ങൾക്കും ആകെ ആശ്രയമായിരുന്ന ആ പ്രിയപ്പെട്ട പൊന്നുമോരില്ലേ, ആ ടയർ കിടക്കകത്തൊരു പാറ വിരിച്ച് കിടന്നിറങ്ങിയുന്ന ചെറുപ്പക്കാരനില്ലേ, ഒന്നിറങ്ങി ഓടാൻ പോലും സമയം കിട്ടാറ്, മനസ്സുനന്ദന്റെ ഉമ്മ എന്ന് വിളിക്കാൻ പോലും സമയം കിട്ടാറ്, അല്ലാഹു ഉറക്കെ വിളിച്ചൊന്ന് കരയാൻ പോലും സമയം കിട്ടാറ്, വല്ലാത്ത രീതിയിൽ ആ ടയർ കിടക്ക് തീ പിടിച്ചു പോരപ്പോ ഷമീർ എന്ന പാവപ്പെട്ട പൊന്നുമോ അതിനകത്ത് കിടന്ന് കത്തിക്കരിഞ്ഞെന്റെ പ്രിയമുള്ളവര് രാവിലെ പുറത്ത് കടക്കാരൻ വന്നിട്ട് നോക്കുമ്പോ എന്തോ ഒരു അത്ഭുതമാണ്. അടുത്ത ഒരു കട കത്തിക്കിടക്കുകയാ, ഒരാള് പോലും അറിഞ്ഞില്ല, പരിസരത്താരും താമസമില്ല. ഓടി വന്നിട്ട് ശേഷിക്കുന്ന ഭാഗം, ആ ശേഷിക്കുന്ന ഭാഗത്ത് തടിക്കഷണങ്ങൾ മാറ്റിയിട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഉമ്മാക്ക് വേണ്ടി പട്ടിണി കിടന്ന, പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി പട്ടിണി കിടന്ന ഷമീർ എന്ന പൊന്നുമോനിതാ കത്തിക്കരിഞ്ഞ് കരിക്കട്ടയാറി കിടക്കുകയാ. ഏതുമ്മാക്ക് സഹിക്കാൻ പറ്റുമമ്മ? ഏത് പെങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും? എന്റെ പ്രിയപ്പെട്ടവര്, ആ മയ്യത്ത് ഗുജറാത്തിൽ നിന്ന് പരതന്നൂർ കൊച്ചാനക്കല്ലുവിള മുസ്ലിം ജമാഅത്തിലേക്ക് കൊണ്ടുവന്നപ്പോ ഉമ്മ വന്ന് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞു, ഈ പെട്ടിയൊന്ന് പൊട്ടിക്കുമോ? എന്റെ മോനെ അടച്ചിട്ടിരിക്കുന്ന പെട്ടിയൊന്നെടുത്തിട്ട് എന്റെ പൊന്നുമോന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ, മോളെ കെട്ടിക്കാമെന്ന് പറഞ്ഞു, ഉമ്മാടെ പട്ടിണി മാറ്റാമെന്ന് പറഞ്ഞു, മനോഹരമായ വീട് വെക്കാമെന്ന് പറഞ്ഞു ഗുജറാത്തിൽ പോരാ, എന്റെ പൊന്നുമോന്റെ ശരീരം ഞാനൊന്ന് കാണട്ടെ. പോലീസുകാർ പറഞ്ഞു, അത് തുറക്കാൻ പറ്റില്ല ഉമ്മ, അതിന് പുറത്തൊട്ടിരിക്കുന്ന ഫോട്ടോ മാത്രം കാണിച്ചു കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കുമ്പോ പെങ്ങള് പറഞ്ഞു, ഒരു നേരം ഒരൊറ്റ നോക്കെന്റെ പൊന്നാര, എന്റെ പ്രിയപ്പെട്ട ഇക്കാന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ, അത് കഴിഞ്ഞാ പിന്നെ ഞാൻ നോക്കൂല എന്ന് പറഞ്ഞിട്ട് ഒരാള് പോലും തുറന്നു കൊടുത്തില്ല. അവസാനം എന്റെ പ്രിയപ്പെട്ട സുഹൃത്താറ് ഹാശുബുസ്താറ് എന്നിട്ട് ആ പെട്ടിയൊന്ന് തുറക്കണം, കഫം പൊരിഞ്ഞല്ലേ അടക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിന്റെ ആള് താമസമില്ലാത്ത ഭാഗത്ത് കൊണ്ടുപോയിട്ട് ആ അടപ്പൊന്ന് തുറന്നപ്പോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, പ്രവാചകന്റെ ആഭാടത്തിന്റെ നബിദിനാഘോഷത്തിന് അഭിരാമിയുടെ കിടപ്പിണ്ണയിൽ കിടക്കുന്ന യുവാക്കളെ, പാതിരാത്രിയിൽ വണ്ടി തടഞ്ഞു നിർത്തി പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കുന്ന യുവാക്കളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപമുണ്ട് പോലെ. ഇതാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ശരീരം
ശരീരമുണ്ടല്ലോ, ആ കത്തിക്കരിഞ്ഞ പോലെ ശരീരം കറുത്ത ഒരു കിറ്റിനകത്ത് വാരിയിട്ടിരിക്കുകയാ. 1.5 കിലോ ഇറച്ചി വാങ്ങുമ്പോ ഉള്ളതുപോലെ ഒരു കറുത്ത കിറ്റിനകത്ത് വാരിയിട്ടിരിക്കുന്ന ശരീരം ഏതുമ്മാക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമമ്മ? ഏത് പെങ്ങൾക്കെടുത്ത് കൊടുക്കാൻ പറ്റുമെന്റെ മുസ്ലിമേ? എന്നിട്ടോ അന്നാ കുടുംബത്തെ സഹായിക്കാൻ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാര് പറഞ്ഞ് ഞാനുണ്ട് നിങ്ങളെ കൂടെ, ഞാനുണ്ട് നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളുടെ കുടുംബത്തെ കരകയറ്റാ ഞാനുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ആ കുടുംബത്തിന് വാക്കുകൊടുത്ത് ഒരൊറ്റാള് പോലും തിരിഞ്ഞു നോക്കിയില്ല. മാസം 6 കഴിഞ്ഞു, ഒരാള് പോലും തിരിഞ്ഞു നോക്കിയില്ല. എത്രയോ പത്രത്തിനകത്ത് വന്ന് മാധ്യമമടക്കമുള്ള പത്രത്തിനകത്തിന്റെ പ്രിയമുള്ളവരെ, ആ സാധുവാറ് കുടുംബത്തിന്റെ കാറ്റത്ത് പാറിപ്പോകുന്ന ഓലപ്പുരയുടെ ദയനീയമായ ചിത്രം കണ്ടുപോലും കനിവ് കാണിക്കാത്ത സമുദായമല്ലേ? എത്ര സംഘടനകളാ നമുക്കുള്ളത്? ആർക്ക് വേണ്ടിയാ? ആരെ കൊല്ലാൻ വേണ്ടിയാ? ആരെ വളർത്താൻ വേണ്ടിയാ? ഏത് പള്ളി വെക്കാനാ? ഏത് നാലാവിന് വേണ്ടിയിട്ടാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 100 കണക്കിന് 10,000 നേതാക്കന്മാർക്ക് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന 10,000 ചെറുപ്പക്കാരില്ലേ? എത്ര 100 കണക്കിന് സംഘടനകളില്ലേ? എത്രയോ നേതാക്കന്മാരില്ലേ? എന്നിട്ടെന്തേ ഈമാനുള്ള ഒരു കുടുംബത്തിനകത്ത് കണ്ടുനീരാറിപ്പോലെ ഒരു നബിദിന പ്രഭാഷണത്തിന് ഈ വിനീതന്റെ ജുമാ പ്രസംഗത്തിൽ തട്ടത്തേന മഹലിലേക്കൊന്ന് കൈനീട്ടിയപ്പോ 17,000 രൂപ അവിടെ കൂടിയ പാവപ്പെട്ടവരുന്നല്ലോ. മദ്രസഹാളിൽ നിറഞ്ഞു കവിഞ്ഞിരുന്ന സാധുക്കളാറ് പെൺമക്കള്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ഞാൻ പറയുന്നതെന്ത് അല്ലാഹുവിന് വേണ്ടി ചെയ്യാ മനസ്സുകൊണ്ട് നിയത്ത് ചെയ്ത പാവപ്പെട്ട സഹോദരിമാര് ചുരിദാറും സാരിയും പർദ്ദയും വളയും കമ്മലുമായിട്ട് ആ വീട്ടിന്റെ കത്ത് കൊണ്ടു കൊടുക്കുക. നബിദിന സമ്മാനമായിട്ട് ഈ വിനീതന്റെ കയ്യിൽ തന്നപ്പോ ആ വീട്ടിനകത്തിന്റെ പ്രിയമുള്ളവര്, അത് ഞാൻ കൊണ്ടു കൊടുക്കുന്ന ഫോട്ടോ എന്റെ പരിപാലകരോ KMYF-ന്റെ കൊച്ചുകുട്ടികളോ അവര് നിരന്നുകൊണ്ട് അത് നിർവഹിക്കുന്ന ഫോട്ടോ പോലും പത്രത്തിൽ കൊടുത്തിട്ട് ഞാനെപ്പോഴും ചോദിക്കുമെന്ന്, ഇനിയും ഒരാളെങ്കിലും സഹായിച്ചോ എന്ന് ചോദിക്കുമ്പോ ഇല്ല ഉസ്താദേ, ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് 1 രൂപ പോലും സഹായം കിട്ടിയില്ല, ഞങ്ങൾക്കിനി ആരാ ഉള്ളതെന്ന് ചോദിച്ച ഉമ്മ പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞു, അന്ന് 1 രൂപയാണ് ഉസ്താദിന്റെ കയ്യിലോ, ആരെല്ലാം തന്നയച്ചിട്ടുണ്ടോ അവരെ ഒരിക്കലും ഉസ്താദേ ഞാനും എന്റെ പൊന്നാര പോലും മറക്കില്ല. കഴിഞ്ഞ റബീഉൽ അവ്വലിന്റെ മാസം എന്റെ പ്രിയമുള്ളവരെ, പരതന്നൂർ കൊച്ചാനക്കല്ല് വിള എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചെറുപ്പക്കാര്, യുവസുഹൃത്തുക്കൾ മനസ്സിരുത്തി കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നിങ്ങളെ എതിർത്തുകൊണ്ട്